തീർച്ചയായും അത് ഇന്നലെ CJP തന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ അവരുടെ അശുതോഷ് രംഗെ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിരുന്നു. അത് എഴുതി വാങ്ങും, കൃത്യമായ രീതിയിൽ ഈ തീരുമാനങ്ങൾ എഴുതി വാങ്ങും എന്ന കാര്യം പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഒരു സമാപനത്തിലേക്ക് കടക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ ആവശ്യങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ തന്നെയാണ് ഇവരുടെ ശ്രമം. പോലീസിനെ ഉപയോഗിച്ചു അല്ലെങ്കിൽ കേന്ദ്രസേനയെ കൂടുതൽ ഇറക്കിക്കൊണ്ടുള്ള അടിച്ചമർത്തൽ നടത്തുന്നൊരു ഘട്ടത്തിൽ തന്നെ അവർ ഇതിനെതിരെ ഉണർന്നിരുന്നു. മാത്രമല്ല പിന്നീട് അത്തരത്തിലൊരു അക്രമമില്ലാതെ ഇരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചിരുന്നു. നേരത്തെ അക്രമം നടക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടതാണ് CJPയുടെ വക്താക്കൾ വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് പ്രവർത്തകരെ സമാധാനിപ്പിക്കുകയാണ്. കാരണം കൂടുതൽ പ്രവർത്തകർക്കും തങ്ങളാൽ മർദ്ദനമേൽക്കരുത് എന്നൊരു വാശി CJP വക്താക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി ഇടപെട്ടു. ചർച്ചകളിൽ കൃത്യമായി തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. കാരണം പിന്നോട്ട് പോവുകയെന്നാൽ ഇത്രയും നാൾ ഈ 35 ദിവസം സമരം ചെയ്ത വിദ്യാർത്ഥികളെ ചതിക്കുന്നതിന് തുല്യമാകും എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നു. മറ്റു കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇതിലൊരു യെസ് അല്ലെങ്കിൽ നോ അങ്ങനെ ഒരു ഉത്തരം തങ്ങൾക്ക് വേണമെന്ന് CJP ഉറച്ചു പറഞ്ഞു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇങ്ങനൊരു തീരുമാനം പോലും വരുന്നത്. സൈഫുദ്ദീൻ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിനകത്ത് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 3ാം ഘട്ട ചർച്ചയാണത്. ഇന്നലെ ഉച്ച സമയത്തായിരുന്നു 2ാം ഘട്ട ചർച്ച നടന്നിരുന്നത്. ആ ചർച്ചയിൽ മർമ്മപ്രധാനമായ ഒറ്റ പോയിന്റിലാണ് ചർച്ച അലസിപ്പിരിഞ്ഞതെന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് CJP മുന്നോട്ട് വെക്കുമ്പോൾ അത് കഴിയില്ല എന്ന് കേന്ദ്രം നിലപാടെടുക്കുന്നു. അങ്ങനെ ആ ചർച്ച അലസിപ്പിരിയുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ചർച്ച ചെയ്യാം എന്ന് സമ്മതിക്കുന്നു കേന്ദ്രം. അങ്ങനെ ഇന്ന് ചർച്ച നടക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരാവശ്യത്തിനും ഞങ്ങൾ വഴങ്ങില്ല എന്ന നിലപാട് വീണ്ടും അറിയിക്കാനിരുന്നതാണ്. പക്ഷേ ആ ചർച്ച തുടങ്ങുന്നതിനും 2 മണിക്കൂർ മുമ്പേ തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കേന്ദ്ര സർക്കാർ എഴുതി മേടിച്ചുവെങ്കിൽ, BJP മുട്ടുമടക്കിയെങ്കിൽ CJPയുടെ സമരത്തിന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ കൂട്ടമായി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. അത് തടയാൻ പല വഴികൾ നോക്കിയിരുന്നു. മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു, ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവിടെ കോളേജുകൾ തുറക്കാൻ പോകുന്നു. കൂടുതൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ വിദ്യാർത്ഥികൾ ജന്തർ മന്ദിറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതെങ്ങാനും ഒരു പാർലമെന്റ് മാർച്ചായി പരിണമിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന പരിക്കിനെ കുറിച്ച്, അതുണ്ടാക്കാൻ പോകുന്ന തലവേദനയെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരും BJPക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടതൊപ്പം തന്നെ RSSന് ഇതിനകത്ത് കാര്യമായ എതിർപ്പുണ്ടായിരുന്നു എന്ന് ഇന്ന് രാവിലെ മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലായതാണ്. എന്ന് വെച്ചാൽ ഈ സമരത്തെ നേരിടുന്നതിൽ, ഈ സമരത്തെ മനസ്സിലാക്കുന്നതിൽ കൃത്യമായി പാളിച്ച BJPക്കും കേന്ദ്ര സർക്കാരിനും പറ്റി എന്ന് പറയാതെ പറയുന്നുണ്ടായിരുന്നു മോഹൻ ഭാഗവത് എന്ന RSS അധ്യക്ഷൻ. അപ്പോൾ RSSന്റെ അതൃപ്തി കൂടി തിരിച്ചറിഞ്ഞതോടുകൂടി ഇനി നിന്നിട്ട് കാര്യമില്ല, ഇത് കൈവിട്ടു പോയിരിക്കുന്നു എന്ന് മനസ്സിലാവുകയും ഒടുക്കം വഴങ്ങുകയും തോൽക്കുകയും കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നു BJP കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ചിത്രം. ഇനിയിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന നേതാക്കളുടെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് രാജ്യം കാതോർക്കുന്നത്. എന്ന് വെച്ചാൽ മർമ്മപ്രധാനമായ അവരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സമരം പിരിച്ചുവിടുമോ, ഈ പ്രക്ഷോഭം ഇതാ അവസാനിപ്പിച്ചു എന്ന് അഭിജിത് ദീപ്കെ പ്രഖ്യാപിക്കുമോ, അതല്ല ഈ സമരം തുടരേണ്ടി വന്ന ചില സാഹചര്യങ്ങളുണ്ട്, തുടരേണ്ടി വരും എന്ന് പറയാൻ ഒരവസ്ഥയിലേക്ക് പോകുമോ എന്നതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ സമരം ഇനിയും ഒരു കാരണവശാലും തുടരരുത് എന്ന ഒരു ബോധ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. പരമാവധി വഴങ്ങാനും കീഴടങ്ങാനും തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിലേക്ക്? सर मैं ये कहूँगा हमें बहुत अच्छा फील हो रहा है. धर्मेंद्र प्रधान ने रिजाइन दे दिया है. हमें बहुत अच्छा लग रहा है. हमारी जीत हुई. जय भीम. इनकलाब जिंदाबाद. चौधरी जो है मुर्दाबाद. धर्मेंद्र प्रधान. വിദ്യാർത്ഥികളുടെ പ്രതികരണം, അവരുടെ ആഹ്ലാദ പ്രകടനമുണ്ട്, അവരുടെ ആഘോഷ പ്രകടനവുമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, ആഴ്ചകളോളമായി ആ ജന്തർ മന്ദിറിൽ അന്തി ഉറങ്ങിയവരാണവർ. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്ന് വീട്ടിലേക്ക് തിരിച്ചെത്താതെ അവരുടെ പല വ്യക്തിപരമായ ആവശ്യങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ടാർഗറ്റിന്, ലക്ഷ്യത്തിന്റെ പുറത്ത് ഒരുപക്ഷെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങി തിരിച്ചവരാണവർ. അവരുടെ ഒരു വലിയ സമരം വിജയം കണ്ടിരിക്കുന്നു. അതിൻ്റെ ആഘോഷമാണ് അവിടെ കാണുന്നത്. തീർച്ചയായും അവർക്ക് ആഘോഷിക്കാൻ തന്നെയുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം.
हाँ बिल्कुल। एनी अदर कंडीशंस? हाँ कंडीशंस तो है, अभी 20 तारीख को इतने बच्चे मार खाए हैं, उनके लिए भी कुछ करना चाहिए सरकार को, है ना। और जो एलिगेशंस लगे हैं बच्चे पे, बच्चे नहीं हैं, आतंकवादी हैं और ये वो, तो उन सब पे हटना चाहिए ये सारी चीज़ें। ये भी मांग है हमारी सरकार से। हाँ हाँ।